ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മറുപടി നൽകും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതെന്ന് CPI-ML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ 24 പറഞ്ഞു. Election Commission has given us a list of people whose enumeration forms are yet to be submitted. But Election Commission has not made it clear to us has been dead, who has been found to have permanently moved away from Bihar. So this is a very misleading claim by the Election Commission. We said that this is an exercise, is mass disenfranchisement. At least 2 crore people will lose their voting right. The people of Bihar, they are fighting it out. So they have called it a vote bandi, like demonetization. They are fighting it. And in the month of August, which is the month of Quit India movement, so there will be massive movement in Bihar. Chunav chor, gaddi chor. People of Bihar, they are not going to brook this attempt at stealing the elections of Bihar. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു. ബൽറാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ബൽറാം, വിവരങ്ങൾ. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സുപ്രധാനമായ ഹർജികളാണ് ഇന്ന് ജസ്റ്റിസുമാരായ സുധാൻഷു ദുലിയ, ജോയ് മല്യ ബാങ്ചി എന്നിവരടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, RJD അടക്കമുള്ള പാർട്ടികളിലെ നേതാക്കൾ, കൂടാതെ ADR അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്നിവർ സമർപ്പിച്ച ഹർജികളിൽ കഴിഞ്ഞ തവണ പരിഗണിച്ച ഘട്ടത്തിൽ ഇവർ ഉന്നയിച്ച വിഷയങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രസക്തമായത് ആധാർ അടക്കമുള്ള രേഖകൾ അത് അംഗീകരിച്ചുകൂടെ എന്നുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഇന്ന് കോടതിയിലുണ്ടാകും. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇതിന് അനുകൂലമായ ഒരു നിലപാടല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഇതിന്റെ കാരണങ്ങൾ അടക്കമുള്ളവ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വിശദീകരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികൾക്കും ഈ വിഷയത്തിൽ നോട്ടീസ് നൽകിയിരുന്നു സുപ്രീം കോടതി. അതിൽ ADR സമർപ്പിച്ച ഒരു മറുപടി സത്യവാങ്മൂലം ഏറെ പ്രസക്തമാണ്. സുപ്രീം കോടതിയുടെ 1985-ലെയും 95-ലെയും വിധിന്യായങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ADR സമർപ്പിച്ചിരിക്കുന്ന മറുപടി എന്നുള്ളത്. അതനുസരിച്ച് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ തർക്കമുണ്ടായാൽ തർക്കങ്ങൾ ഉന്നയിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരാളെ വോട്ടർ എന്ന ഗണത്തിൽ നിന്നും മാറ്റണം എന്ന വാദം ഉന്നയിക്കുന്നവർക്കാണ് അവർ പൗരനല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം എന്നാണ് ഈ സുപ്രീം കോടതി വിധിന്യായങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ നിലവിലുള്ള ഈ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിയിലും ഒട്ടേറെ ന്യൂനതകളും പാകപ്പിഴവുകളും സംഭവിച്ചിട്ടുണ്ട് എന്നും മരിച്ചവരുടെ പോലും രേഖകൾ സമർപ്പിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് എന്നും ADR ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രസക്തമാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇത് പരിഗണിച്ചുകൊണ്ട് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ ഒന്നാം ഘട്ടം ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം കരട് വോട്ടർ പട്ടിക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലുള്ള പാകപ്പിഴകളോ അല്ലെങ്കിൽ പരാതികളോ ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള സമയം മാത്രമാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.